ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഞാനിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പലരും പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കാം. അതിന് മുമ്പ് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, പിന്നെ സാധാരണ യൂട്യൂബേഴ്സൊക്കെ പറയാനുള്ളത് പോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, നിങ്ങളതൊക്കെയാണ് ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ പലരും ഇവിടെ വന്നിട്ട് അങ്ങനെ പോകുന്നു, ഈവൻ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലൈക്ക് അടിക്കുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കൺസേൺസ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ബെറ്റർ ആക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തെന്ന് നഷ്ടം. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ പോവുക, പിന്നെ ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് കിട്ടിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അതെനിക്ക് പിന്നെ വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഏതൊരാൾക്കും, പ്രത്യേകിച്ച് ഒരു ടീച്ചറിന് അവൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നല്ല ഫീഡ്ബാക്കുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും വീണ്ടും ക്ലാസ് എടുക്കാനും പറയാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവുകയും ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെ അതൊന്ന് ചെയ്യുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ഏപ്രിലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എനിക്ക് പലരും പല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യാൻ എൻ്റെ അടുത്ത് സമയമില്ല. കൂട്ടത്തിൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 2023 ഏപ്രിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നല്ല ടഫായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് ഈവൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് എക്സ്പ്ലെയിൻ, ഡിസ്കസ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. എന്താ 2 മാർക്കിനൊക്കെ ഡിസ്കസ് ചെയ്യുക, 2 മാർക്കിന് എന്താ എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെ വിശദമായിട്ട് എഴുതാനുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പ്രോബ്ലം പാർട്ട് ഭയങ്കര പ്രോബ്ലമാണ്, കോംപ്ലിക്കേറ്റഡ് ആയി വന്നിട്ടുണ്ട്. എസ് എ ഞാൻ എന്നും പറയാറുള്ളൊരു എസ് എ വന്നിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ചേഞ്ചിൽ എന്നുള്ളവർക്ക് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ മാറ്റി എസ് എ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അത്രയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഡിസ്കസ് ചെയ്യാം. നമ്മൾ റെഗുലറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് പറഞ്ഞു പോകാം. അല്ലാതെ പുതുതായിട്ട് വന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുകയും ചെയ്യാം കേട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇമ്പോർട്ടൻ്റ് പോർഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ഇമ്പോർട്ടൻ്റ് പോർഷൻസ് മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് പാസ്സാവാമെന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഇടണമെന്ന് ചോദിച്ചാൽ, ഈ ഓരോ കോളേജിലുമുള്ള ടീച്ചേഴ്സ് അവരവർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൻ്റെ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം. ആ അയച്ച ഒരുപാട് ക്വസ്റ്റ്യനിൽ നിന്നും ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ എക്സാമിന് വരുന്നത്. അതുകൊണ്ട് ഇതങ്ങനെ ആരും ഉണ്ടാക്കിയ കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് പോർഷൻസിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടാരും എക്സാമിന് പോകാൻ നിൽക്കണ്ട. പാസ്സാവും, അത് ഞാൻ ഗ്യാരണ്ടി പറയാം. അല്ലാതെ നല്ല മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക തന്നെ വേണം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ചില ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് അടുത്ത ക്ലാസ്സിലേക്ക് വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുന്നില്ല, ഡിസ്കസ് ചെയ്ത് അറിയാവുന്ന ബേസിക് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അതുപോലെ ഇട്ടിട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയാണ്. നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ന്യൂമാൻ ഫോർമുല ഇൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു തിയറി ഭാഗമായതുകൊണ്ടും ക്ലാസ്സിൽ പറഞ്ഞ ഭാഗമായതുകൊണ്ടും ഞാൻ അധികം ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല. നമുക്കറിയാം, 2 ലൂപ്പ് കറണ്ട് ക്യാരിങ് ലൂപ്പ്സ് അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്, വളരെ ക്ലോസ് ആയിട്ട്. ഒന്നിലൂടെ കറണ്ട് I1 മറ്റിലൂടെ കറണ്ട് I2 പാസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നാമത്തെ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന I1 കറണ്ട് കാരണം അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതാണ് B1 എന്ന് പറഞ്ഞ ഫീൽഡ്, അല്ലേ, B1. ആ B1 എന്ന് പറഞ്ഞ ഫീൽഡിലാണ് നമ്മുടെ രണ്ടാമത്തെ ലൂപ്പ് കിടക്കുന്നത്. അതുപോലെ I2 കാരണം ഒരു ഫീൽഡ് ഉണ്ടാവും, അതാണ് B2. ആ ഫീൽഡിലാണ് നമ്മുടെ ഒന്നാമത്തെ ലൂപ്പ് കിടക്കുന്നത്. അപ്പോൾ B1 ഉള്ള ഫോർമുല നമ്മൾ ബയോട്ട് സാവാർട്സിൽ വെച്ചിട്ട് μ0I/4π dl ക്രോസ് r/r² എന്ന് പറഞ്ഞ ഫോർമുല ഉണ്ട്. അത് വെച്ച് അത് പ്രകാരം എന്താണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്, എന്താണ്, B1 ഈസ് പ്രൊപ്പോർഷണൽ ടു I1 എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇതിനകത്ത് കിട്ടും. അതുപോലെ ഈ പറഞ്ഞ ഈ ലൂപ്പ് വെച്ചിട്ടുള്ളത് എവിടെയാണ്, എന്താ പറയുക, നമ്മുടെ രണ്ടാമത്തെ ലൂപ്പ് വെച്ചിട്ടുള്ളത് ഒന്നാമത്തെ ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമായതുകൊണ്ട് ഇതിന്റെ ഫ്ലക്സ്, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലക്സ് ഇതിലൂടെ പോകും, രണ്ടാമത്തെ ലൂപ്പിലൂടെ പോകും. ആ ഫ്ലക്സിനുള്ള ഫോർമുല φ = B.ds ആണ്, അല്ലെങ്കിൽ B.da. അപ്പോൾ B1.da2 എന്ന് വരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ഇതിനകത്ത് നിന്ന് ആദ്യം കിട്ടി B1 പ്രൊപ്പോർഷണൽ ടു I1 എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് φ21 B1 ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, φ21 പ്രൊപ്പോർഷണൽ ടു I1 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ലൂപ്പ് 2 ബിക്കോസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, φ21 പ്രൊപ്പോർഷണൽ ടു I1 ആണ്. അതിനകത്ത് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് റീപ്ലേസ് ചെയ്തുകൊണ്ട് M21 എന്നുണ്ട്. അതിന് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു. അതുപോലെ ഇതുപോലെ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ ലൂപ്പിനും
എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ M12I2 എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ ഇതിനകത്ത് ഒന്നാമത്തെ ഇക്വേഷനകത്തുള്ള ബിക്ക് പകരം നമ്മൾ ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും അല്ലേ. എന്നിട്ട് അതിനകത്ത് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ DA2 എന്നുള്ള സർഫസ് ഇൻ്റഗ്രൽ ഡോട്ടൊക്കെ പോയിട്ട് ഇവിടെ എന്താവും A1.dl2 എന്നാവും സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തിട്ട്. ക്ലാസ്സിൽ ചെയ്തതായതുകൊണ്ടാണ് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത്. അതിനുശേഷം നമ്മൾ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. μ0/4π I1/r dl1 കിട്ടു അല്ലേ. എന്നിട്ട് നമ്മൾ ഫ്ലക്സിനുള്ള ഫോർമുല ഒന്ന് റീറേഞ്ച് ചെയ്തു അല്ലേ. φ21 എന്ന് പറഞ്ഞാൽ എത്രയാണ് μ0 I1/4π ഇൻറ്റു ഇൻ്റഗ്രൽ φ2 dA1/r dl2 എന്ന് എഴുതി അല്ലേ. എന്നിട്ട് ഈ ഇക്വേഷനും നമ്മുടെ നേരത്തെ ഇക്വേഷൻ നമ്പർ 4 ഏതായിരുന്നു ഇത് അല്ലേ. φ21 = M21 I1 അതുപോലെ ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്ത ഈ ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ അത് ഇതായിരുന്ന ഇക്വേഷൻ φ21 = M21 I1 അല്ലേ. ഇതും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും M21 മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് ഒരു ഫോർമുല കിട്ടും. അത് എത്രയാണ് μ0/4π ഇൻ്റഗ്രൽ dl1.dl2/r എന്ന് കിട്ടും അല്ലേ. ഇതാണ് നമ്മുടെ ന്യൂമാൻ ഫോർമുല എന്ന് പറയുന്നത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്താ പറയാ, ഇത് പാരഗ്രാഫായിട്ട് ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റിമൈൻഡ് ചെയ്യാൻ, അതായത് പണ്ട് പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതിനെ നമ്മൾ ന്യൂമാൻ ഫോർമുല എന്ന് പറയും അല്ലെ. അതിന്റെ പ്രത്യേകത എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സൈസ്, ഷേപ്പ് ആൻഡ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ ടു ലൂപ്സ് അല്ലെ. അതൊന്ന് ഓർത്ത് വെക്കുക. ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ഇലക്ട്രോഡൈനാമിക്സ്, എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻവോൾവ്ഡ്. അപ്പൊ ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഭാഗമാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്നുള്ളത് അല്ലെ. എന്തായിരുന്നു കണ്ടിന്യൂറ്റി ഇക്വേഷൻ? ഇറ്റ് ഈസ് ദ കൺസർവേഷൻ ഓഫ് ചാർജ് ഇൻ ഇലക്ട്രോഡൈനാമിക്സ് അല്ലെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഇൻ ഇലക്ട്രോഡൈനാമിക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയതിനു ശേഷം ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ എന്തായി? നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആയി. ഇതിനെ മറ്റു രൂപത്തിൽ എങ്ങനെ എഴുതാം? ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ അത് അപ്പുറത്തേക്ക് കിട്ടും. ഇങ്ങനെ എഴുതിയാലും എന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്. ഇതിനകത്തുള്ള ടേം ജെ എന്താണ്? വോളിയം കറന്റ് ഡെൻസിറ്റി. റോ എന്താണ്? ചാർജ് ഡെൻസിറ്റി. പിന്നെ ടൈം ഡെറിവേറ്റീവ് അല്ലേ. ഇത്ര എഴുതി കഴിഞ്ഞാൽ മതി അല്ലേ. അപ്പം ഇത് ഇലക്ട്രോഡൈനാമിക്സിനകത്തെ വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആണെന്ന് പറയണം. അതുപോലെ എന്തും പറയണം, നമ്മുടെ കൺസർവേഷൻ ഓഫ് ചാർജ് അല്ലെ, കിർച്ചോഫ് ലോന്റെ ആ ഒരു കാര്യം കൂടെ അതൊന്ന് പറയണം എന്നുള്ളതാണ് ഇതിനകത്ത്. ഒക്കെ ക്ലാസ് എടുത്തപ്പോൾ വിഷയമായിട്ട് പറഞ്ഞതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അത്ര ഒരു ഉറപ്പില്ല. ഷോ ദാറ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ ഫോർ ഇ ആൻഡ് ബി ആർ സിമെട്രിക് ഇൻ ഫ്രീ സ്പേസ് അല്ലേ. അപ്പം മാക്സ്വെൽസ് ഇക്വേഷൻസ് ഏതൊക്കെയാന്നുള്ളത് ആദ്യം ഓർമ്മ വേണം. എന്തൊക്കെയായിരുന്നു? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, പിന്നെ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, പിന്നെ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, നാലാമത്തത് ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു μ0 ജെ പ്ലസ് μ0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്നുള്ളതാണ് ജനറൽ ഫോം ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഫ്രീ സ്പേസിലാവുമ്പോൾ എന്തായി മാറും? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 എന്നാവും. കാരണം ഫ്രീ സ്പേസിനകത്ത് റോ ഈക്വൽ ടു 0 ആണ്, ജെ ഈക്വൽ ടു 0 ആണ്. അപ്പം ഒന്നാമത്തെ ഇക്വേഷൻ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 എന്നാവും. രണ്ടാമത്തെ ഇക്വേഷൻ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, അത് തന്നെ വെക്കും. മൂന്നാമത്തെ ഇക്വേഷൻ എന്താ വരിക? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് വരും. നാലാമത്തെ ഇക്വേഷൻ ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു μ0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്ന് വരും. കാരണം ജെ എന്താണ്? 0 ആണ്. ഇത് കിട്ടി. ഇനി എന്താണ് മാക്സ്വെൽസ് ഇക്വേഷന്റെ സിമ്മട്രി എന്താണെന്ന് ചോദിച്ചത്. മാക്സ്വെൽസ് ഇക്വേഷൻ ആർ സിമ്മട്രിക് ഇൻ ഫ്രീ സ്പേസ് എന്നാ പറഞ്ഞത്. എന്താ സിമ്മട്രി എന്ന് പറഞ്ഞാൽ ഇയും ബിയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 1 ഇത്, ഇക്വേഷൻ 2 ഇത്, ഇക്വേഷൻ 3 ഇത്, ഇക്വേഷൻ 4 ഇത് തന്നെ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഈ സിമ്മട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇ എന്ന് പറഞ്ഞതിന് നമ്മൾ ബി കൊണ്ട് റീപ്ലേസ് ചെയ്യാം.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബി എ നമ്മൾ ഇ കൊണ്ടല്ല, പകരം -μ0 ε0 ഇ കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. അല്ലെ, ഇനെ നമ്മൾ ബി കൊണ്ട് റീപ്ലേസ് ചെയ്തു, ബി എ നമ്മൾ -μ0 ε0 ഇ കൊണ്ട് റീപ്ലേസ് ചെയ്തു. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാമത്തെ എക്സ്പ്രഷൻ എന്താവും? ഒന്നാമത്തെ എക്സ്പ്രഷൻ ഇതാ, ഡെൽ ഡോട്ട് ഇക്ക് പകരം എന്താ കൊടുക്കണ്ടേ? ബി. അല്ലെ, ബി ഈക്വൽ ടു 0 എന്നായി. അപ്പൊ ഇതെന്തായി? നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആയി. ഏത്? ഇതായി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എന്താ വരിക? ഡെൽ ഡോട്ട് ബിക്ക് പകരം നമ്മൾ എന്താ കൊടുക്കണ്ടേ? -μ0 ε0 ഇ എന്നാ കൊടുക്കണ്ടേ, ഈക്വൽ ടു 0 എന്നല്ലേ. അപ്പോ μ0 ε0 ഇ എന്തായാലും പിന്നെ സോറി μ0 ε0 എന്തായാലും എന്തല്ല? 0 അല്ല. അതിന്റെ അർത്ഥം എന്താണ്? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അല്ലെ, അത് കിട്ടി എന്ന് പറഞ്ഞാൽ ബിയും ഇയും റീപ്ലേസ് ചെയ്തപ്പോൾ സെയിം ഇക്വേഷൻ കിട്ടി. അതിനാണ് സിമെട്രി എന്ന് പറയാ. ഇനി മൂന്നാമത്തെ എക്സ്പ്രഷൻ എന്താവുക? മൂന്നാമത്തെ ഇക്വേഷൻ ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, ഈ ഇക്വേഷൻ. അല്ലെ, അപ്പൊ ഡെൽ ക്രോസ് ഇക്ക് പകരം എന്ത് കൊടുക്കുക? ബി എന്ന് കൊടുക്കുക. പിന്നെ മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് എന്താ ബിക്ക് പകരം കൊടുക്കണ്ടേ? -μ0 ε0 ഇ എന്നാണ് കൊടുക്കേണ്ടത്. അല്ലെ, അപ്പൊ മൈനസ് മൈനസ് വെട്ടിപ്പോയി. ബാക്കി എന്താ വരിക? ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു μ0 ε0 എനിക്ക് പുറത്തെടുത്തൂടെ? എടുക്കാം. ബാക്കി എന്താ വരിക? ഡോ ഇ ബൈ ഡോ ടി എന്ന് വരും. ഇതാണ് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ. അല്ലേ, അത് കിട്ടിയില്ലേ? ഇനി നാലാമത്തെ ഇക്വേഷൻ ആയ ഇത് നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ബിക്ക് പകരം എന്താ കൊടുക്കണ്ടേ? -μ0 ε0 ഇ കൊടുത്തു, ഈക്വൽ ടു μ0 ε0 ഡോ ഇ ബൈ ഡോ ടി എന്നുള്ള എന്താവും? ഡോ ബി ബൈ ഡോ ടി എന്നാവും. അപ്പൊ μ0 ε0 കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി എന്താ? ടൈം മൈനസ് അങ്ങോട്ട് ഇടുക. ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് പറഞ്ഞ നാലാമത്തെ ഇക്വേഷൻ കിട്ടും. ഇതിനെയാണ് സിമെട്രി ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫ്രീ സ്പേസിലേ നടക്കുള്ളൂ, മറ്റേതിൽ കിട്ടുകയൊക്കെ ചെയ്യും, കുറച്ച് പണിയാണ്. ഓക്കെ, അപ്പൊ ഫ്രീ സ്പേസിൽ മാക്സ്വെൽസ് ഇക്വേഷൻ സിമെട്രിക് ആണെന്ന് തെളിയിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, explain the term polarization in the context of electromagnetic waves. Draw a suitable figure to indicate the polarization vector. അല്ലെ, പോളറൈസേഷൻ നമ്മൾ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ദ കൺഫൈൻമെന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇൻ ടു എ സിംഗിൾ പ്ലെയിൻ. അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോകുന്ന ശരിക്കും എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയല്ല, ശരിക്കും ഇങ്ങനെ പോകണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അല്ലെ, ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനും. അല്ലെ, എന്തൊക്കെ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊപ്പഗേഷൻ ഡയറക്ഷനും എപ്പോഴും എന്തായിരിക്കും? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് പാലിച്ചുകൊണ്ട് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോകുന്നത്. എന്നാൽ അങ്ങനെ പോകുന്ന ഒരു വേവിനെ ഇയും ബിയും കെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഒറിജിനൽ ആയിരിക്കും. പക്ഷെ ഈ ഇയും ബിയും ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങിയും തിരിഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ ഈ പെർപെൻഡിക്കുലർ എന്നുള്ള കണ്ടീഷൻ എപ്പോഴും എന്ത് ചെയ്യും? പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോ ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഒരു സിംഗിൾ പ്ലെയിനിൽ കൺഫൈൻ ചെയ്യുന്ന പരിപാടിക്കാണ് പോളറൈസേഷൻ എന്ന് പറയാ. കൺഫൈൻമെന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇൻ ടു എ സിംഗിൾ ഡയറക്ഷൻ ഈസ് കാൾഡ് പോളറൈസേഷൻ. അല്ലെ, അത് നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഹാസ് ഓൺലി ട്രാൻസ്വേഴ്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇ ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അല്ലെ, അപ്പോൾ അത്തരത്തിലുള്ള വേവ് നമ്മൾ യൂണിഫോം പ്ലെയിൻ ഇതിൽ പോളറൈസേഷൻ അല്ല പറയാം, പ്ലെയിൻ വേവിനെ പറയുന്നത്. അല്ലെ, ഇനി പോളറൈസേഷൻ ഓഫ് എ യൂണിഫോം പ്ലെയിൻ വേവ് റെഫേഴ്സ് ടു ദ ടൈം വേരിയിങ് ബിഹേവിയർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇൻ സം ഫിക്സഡ് ഡയറക്ഷൻ എ ഗിവൺ പോയിന്റ് ഇൻ സ്പേസ്. ഇതിലേറെ ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമുക്ക് ഇങ്ങനെ കാണിക്കാം. അല്ലെ, ഇപ്പൊ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ എന്താ പറയാ, ഇയെ നമ്മൾ ഇക്ക് എന്തുണ്ട്? എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ഉണ്ട്. ഇത് ചെരിഞ്ഞേക്കുക, എക്സും വൈയും ഉണ്ട്. അതിന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ കൺഫൈൻ ചെയ്യുക. അല്ലെ, ബാക്കി ഇതിനകത്ത് വായിച്ച് നോക്കുക. അല്ലെ, ഇവിടെ തന്നിട്ടുണ്ട് ഇഫ് ഇ വൈ ഈക്വൽ ടു 0 then E equal to EX is confined along X direction. Then the wave is said to be polarized in X direction. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പോളറൈസ് ചെയ്യാം എന്നുള്ളതാണ്. അതിന്റെ ഡയഗ്രാം ഇതായിട്ടും വരും. അല്ലെ, അതിനുശേഷം നമ്മൾ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ, സർക്കുലർ പോളറൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഓക്കെ, ഒന്ന് മറിച്ചെടുത്ത് നോക്കുക. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ.
Write down wave equation for the electric field vector E in free space and explain the terms involved. What is the expression for the speed of wave? സിമ്പിൾ ആണ്. നമ്മൾ വേവ് ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്താണ്. മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രീ സ്പേസ് നിന്ന് നമ്മൾ കേളൊക്കെ കണ്ടിട്ട് ഒബ്റ്റെയിൻ ചെയ്ത ഇക്വേഷൻ ആയിരുന്നു എന്ത്? ഡെൽ സ്ക്വയർ ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഇതുപോലെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ബിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മോട് ചോദിച്ചത് എന്താണ്? വേവ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ് ചോദിച്ചത് അല്ലേ? അപ്പം ഇങ്ങനെ കിട്ടും ആണല്ലോ. ഇതെടുത്തു. ഇനി നമ്മൾ ഇതിനകത്ത് ശരിക്ക് സാധാരണ വേവ് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ സ്ക്വയർ സൈ ഈക്വൽ ടു 1/c² ഇൻറ്റു അല്ലെങ്കിൽ 1/v² ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഇതാണ് ജനറൽ വേവ് ഇക്വേഷൻ. കമ്പയർ ചെയ്യുമ്പം 1/v² സ്ഥാനത്ത് എന്തായിരുന്നു? മ്യൂ 0 എപ്സിലോൺ 0 ആയിരുന്നു. അപ്പോൾ നമ്മൾ v കണ്ടു കഴിഞ്ഞാൽ 1/√μ0 എപ്സിലോൺ 0 എന്ന് കിട്ടും, which is equal to 3 × 10⁸ എന്ന് കിട്ടി, which is c അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ സ്പീഡ് ഓഫ് വേവ്? ഇതാണ് v ഈക്വൽ ടു 1/√μ0 എപ്സിലോൺ 0 അല്ലേ? അല്ലെങ്കിൽ c ഈക്വൽ ടു 1/√μ0 എപ്സിലോൺ 0 എന്നുള്ളതാണ് എന്ത്? നമ്മുടെ ഈ പറഞ്ഞ സ്പീഡിനുള്ള എക്സ്പ്രഷൻ. അപ്പം ഇതിനകത്ത് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. ഇതന്നെ ഇപ്പം നമ്മൾ ബി ആക്കുകയാണെന്ന് വെച്ചാൽ അതെന്തായി? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറുമായി. ക്ലിയർ ആണല്ലോ. ഇനി റൈറ്റ് ഡൗൺ ദ ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇ അറ്റ് ആൻ ഇന്റർഫേസ് സെപ്പറേറ്റിംഗ് ടു ലീനിയർ മീഡിയ ഓഫ് പെർമിറ്റിവിറ്റീസ് ε1 ആൻഡ് ε2 ആൻഡ് പെർമിയബിലിറ്റീസ് μ1 ആൻഡ് μ2. ചോദിച്ച ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. റൈറ്റ് ഡൗൺ ദ ബൗണ്ടറി കണ്ടീഷൻ. ബൗണ്ടറി കണ്ടീഷൻ ആണ് എഴുതാൻ പറഞ്ഞത്. ജസ്റ്റ് എഴുതിയാൽ മതി, ഡിറൈവ് ചെയ്യണ്ട. ഫോർ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇ, ഇന്റെ ബൗണ്ടറി കണ്ടീഷൻ മാത്രം കിട്ടിയാൽ മതി. അറ്റ് ഇന്റർഫേസ് സെപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ E1 എന്ന് പറഞ്ഞത് വന്നിട്ട് ഇവിടെ വേറെ മീഡിയത്തിലേക്ക് E2 ആയി പോകുന്നു അല്ലെ? ഈ മീഡിയത്തിന്റെ പ്രത്യേകത എന്താണ്? ε1 ആണ്, ഇത് μ1 ആണ് അല്ലെ? ഇതിന്റെ പെർമിറ്റിവിറ്റി ε2 ആണ്, പെർമിയബിലിറ്റി μ2 ആണ്. അങ്ങനെയാണെച്ചാൽ ഈ ബൗണ്ടറി പാസ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന കണ്ടീഷൻസ് ആണ് ബൗണ്ടറി കണ്ടീഷൻസ്. എന്തൊക്കെയായിരുന്നു? സമ്മറൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതാണ്? നമുക്ക് ഇത് എഴുതാം. ഇന്റെ ടേംസിലല്ലേ എഴുതാൻ പറഞ്ഞത് അല്ലേ? നമുക്കറിയാവുന്ന എക്സ്പ്രഷൻ എന്താണ്? d1 പെർപെൻഡിക്കുലർ ഈക്വൽ ടു d1 പെർപെൻഡിക്കുലർ മൈനസ് d2 പെർപെൻഡിക്കുലർ ഈക്വൽ ടു സിഗ്മ എഫ് ആയിരുന്നു. അത് ഇന്റെ ടേംസിലാക്കുമ്പോൾ d ഈക്വൽ ടു എപ്സിലോൺ ഇ എന്ന് കൊടുത്താൽ എന്താവും? ε1 E1 പെർപെൻഡിക്കുലർ മൈനസ് ε2 E2 പെർപെൻഡിക്കുലർ ടു സിഗ്മ എഫ് എന്നുള്ള ഒന്ന് ഇത് കൊടുക്കാം. രണ്ടാമത്തത് E1 പാരലൽ ഈക്വൽ ടു E2 പാരലൽ എന്ന് പറഞ്ഞാൽ ഇതും കൊടുക്കാം. ഇൻ്റെത് മാത്രമല്ലേ ചോദിച്ചത്? അപ്പോൾ ഞാനത് ഓർത്ത് വെക്കാനുള്ള ഫോർമുല പറഞ്ഞത് എന്തായിരുന്നു അല്ലേ? NBDയും THEയും അല്ലേ? ട്രാൻസ്വേഴ്സ് കമ്പോണന്റ് ഓഫ് H ആൻഡ് E ആർ കണ്ടിന്യൂസ്, നോർമൽ കമ്പോണന്റ് ഓഫ് B ആൻഡ് D ആർ കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഇതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമ്മുടെ രണ്ട് തരം ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്, കൂളം ഗേജും ലോറൻസ് ഗേജും എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നമ്മളെ പൊട്ടൻഷ്യൽസിന് എ അതുപോലെ വി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വിയും മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എയും ഉണ്ട്. ഇതിലേക്ക് രണ്ടിലേക്കും ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് കൊടുത്താൽ അതിനെന്തില്ല, ചേഞ്ച് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷൻസ് പറഞ്ഞിരുന്നു അല്ലേ? അതായത് അതിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാണ്. വി ഹാവ് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ. ബിനെ നമുക്ക് ഡെൽ ക്രോസ് എന്ന് എഴുതാം. എ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. എ ക്യാൻ ബി ദ ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ. എ നമുക്ക് എന്ത് ചെയ്താം? ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം അല്ലെ? ഓർ വി ക്യാൻ ആഡ് ഗ്രേഡ് ഓഫ് സ്കേലാർ ഫംഗ്ഷൻ ടു എ അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എയിലേക്ക് ഒരു സ്കേലാറിന്റെ ഗ്രേഡിയന്റിനെ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യുകയും ചെയ്യാം അല്ലെ? അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി മസ്റ്റ്, അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി മസ്റ്റ് സൈമൾട്ടേനിയസ്ലി സബ്സ്ട്രാക്ട് ഡോ ലാംഡ ബൈ ഡോ ടി ഫ്രം സ്കേലാർ പൊട്ടൻഷ്യൽ വി അല്ലെ? എയിലേക്ക് നമ്മൾ ഡെൽ ലാംഡ എന്ന് പറഞ്ഞൊരു സ്കേലാർ ക്വാണ്ടിറ്റിന്റെ ഗ്രേഡിയന്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിയിൽ നിന്നും ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ നിന്നും ഡോ ലാംഡ ബൈ ഡോ ടി എന്ന് പറഞ്ഞൊരു ടേമിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും വേണം അല്ലെ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇയും ബിയും എന്താവും? ഇൻവേരിയന്റ് ആയിട്ട് നിൽക്കും അല്ലെ? സച്ച് ചേഞ്ചസ് ഇൻ എ ആൻഡ് വി വിത്തൗട്ട് എഫക്റ്റിംഗ് ഇ ആൻഡ് ബി ആർ കാൾഡ് ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് അല്ലെ? അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനും ഒരു മാറ്റവും സംഭവിക്കാതെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനും മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിലേക്കും ചേഞ്ചസ് വരുത്തുന്നതിനെ ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നു. അത്തരത്തിൽ രണ്ട് ഗേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കൂളം ഗേജും
ലോറൻസ് ഗേജും. ഓർമ്മയുണ്ടല്ലോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇക്കും ബിക്കും മാറ്റങ്ങൾ വരാതെ വി എയും എയും മാറ്റുന്ന പരിപാടിക്കാണ് ഗേജ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് ഡിസ്കസ് ദ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസിയൻ കറന്റ്സ് ഇൻ സർക്യൂട്ട്സ്. ട്രാൻസിയൻ കറന്റിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞാണ് എന്തൊക്കെ ട്രാൻസിയന്റ് എന്ന്, അല്ലെ? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഉള്ളത്, ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ, അങ്ങനെ പലതരത്തിലും പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഡിസ്കസ് ദ ടു ടൈപ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ശരിക്കും ഒരുപാട് ടൈപ്സ് ഉണ്ട്, ഇത് രണ്ടെണ്ണം പറഞ്ഞാൽ മതി. അപ്പം ആ ടെക്സ്റ്റ് ബുക്കിൽ പറയാന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഫസ്റ്റ് പാർട്ടില് ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു, അല്ലെ? ഇൻഡക്ടൻസിലും അതുപോലെ നമ്മുടെ എന്താ പറയാ ഇൻഡക്ടൻസ് കോയിലും അതുപോലെ വേറെന്തായിരുന്നു, ഒരു സെക്കൻഡ്, കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെ ഉള്ള സർക്യൂട്ടിനകത്ത് നമ്മുടെ കറണ്ട് പെട്ടെന്ന് മാക്സിമം ആവുന്നില്ല, അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മിനിമം ആവുന്നില്ല. അപ്പോഴുള്ള ആ ഷോർട്ട് ഡ്യൂറേഷനിലെ കറണ്ട് നമ്മൾ ട്രാൻസിയന്റ് കറണ്ട് എന്ന് പറഞ്ഞു. അല്ല, അത്തരത്തിൽ രണ്ട് തരം കറണ്ടിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, എ സർക്യൂട്ട് വെൻ ട്രാൻസിയന്റ് കറണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ സർക്യൂട്ട് ഈസ് സഡൻലി കണക്റ്റഡ് ടു ഓർ ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ. സർക്യൂട്ട് കണക്ട് ചെയ്യുകയോ ഡിസ്കണക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ട്രാൻസിയന്റ് കറണ്ട് ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ കേസ്, എ സർക്യൂട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ട് നടക്കുമ്പോൾ. മൂന്നാമത്തത്, എ സഡൻ ചേഞ്ച് ഇൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ഫ്രം വൺ ഫൈനൈറ്റ് വാല്യൂ ടു അനദർ ഫൈനൈറ്റ് വാല്യൂ ഇഫ് ഹാപ്പനിങ് ഇൻ എനി സർക്യൂട്ട്. ഒരു സർക്യൂട്ടിനകത്ത് സ്വിച്ച് ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ, മറ്റൊന്ന് സർക്യൂട്ട് ഷോർട്ട് ആവുക, മറ്റൊന്ന് പെട്ടെന്നൊരു വാല്യൂയിൽ നിന്നും മറ്റൊരു വാല്യൂയിലേക്ക് ഷിഫ്റ്റ് ആവുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ട്രാൻസിയൻസ്, അല്ലേ? ഇനി ഇത് കൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസിയൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനീസിയേഷൻ ട്രാൻസിയന്റ്, സബ്സിഡൻസ്, ട്രാൻസിഷൻ ട്രാൻസിയൻസ്, കോംപ്ലക്സ് ട്രാൻസിയന്റ്, അതുപോലെ റിലാക്സേഷൻ ട്രാൻസിയൻസ്. പലതരത്തിലുള്ള ട്രാൻസിയൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ചെയ്താനാണ് പറഞ്ഞത്. ഏത് രീതിയിലും മാർക്ക് കൊടുക്കാം എന്നുള്ളതായിരുന്നു ഒന്നുണ്ടായിരുന്ന തീരുമാനം. പേപ്പർ വാല്യൂ ചെയ്തപ്പോഴത്തെ തീരുമാനം അങ്ങനെയായിരുന്നു. അപ്പോൾ ഏതും എഴുതാം. ഓക്കെ, ഇനി give an expression for the DC transient current in an RC series circuit. Explain the terms involved. DC ട്രാൻസിയന്റ് ആണ്. ആർ സി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ആറും അതുപോലെ ഒരു സിയും, അല്ലെ? ഇത് നമ്മൾ ഒരു കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡി സി ആണ്, അല്ലെ? ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന എക്സ്പ്രഷൻ ഫോർ ഡി സി ട്രാൻസിയന്റ് കറണ്ടിനുള്ള എക്സ്പ്രഷൻ ആണ്, അല്ലെ? അപ്പോൾ I ഈക്വൽ ടു I0 e⁻t/r c എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിരുന്നു, അല്ലെ? ഡീറ്റെയിലിംഗ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതാ I ഈക്വൽ ടു I0 e⁻t/cr അല്ലെങ്കിൽ t/rc, അല്ലെ? ഡെറിവേഷൻ ഒന്നും ഞാൻ ഇനി പോകുന്നില്ല, നമ്മൾ അന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻസ് ഒക്കെ ചെയ്തതാണ്. ഇവിടെ ആർ സി എന്ന് പറയുന്നതാണ് ടൈം കോൺസ്റ്റന്റ്, അല്ലെ? ആർ സി എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. ഇനി what are the differences between ballistic galvanometer and an ordinary moving coil galvanometer? ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ രണ്ട് തരം ഗാൽവനോമീറ്റർ പറഞ്ഞു. ഞാൻ ആദ്യം ഇതിന്റെ ആൻസർ പറയാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ആൻഡ് ഓർഡിനറി മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ? ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ BG, അതും സാധാരണ നമ്മൾ ലാബിലൊക്കെ കാണാറുള്ള ഗാൽവനോമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ആദ്യം പറയാം. ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് സ്മാൾ ഇലക്ട്രിക് ചാർജസ്. ഓക്കെ, അത് സാധാരണ ഗാൽവനോമീറ്റർ അതിന് തന്നെയാണ്. പക്ഷെ കൺസ്ട്രക്ഷനിലി ഇറ്റ് ഈസ് സിമിലർ ടു എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എക്സെപ്റ്റ് ദാറ്റ്, ഇതാണ് ഡിഫറൻസ്. BG ഈസ് സിമിലർ ടു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എക്സെപ്റ്റ് ഇറ്റ് ഹാസ് എക്സ്ട്രീംലി സ്മാൾ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്. BGക്ക് മൂവിംഗ് കോയിൽ ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിന് എന്താണ്, വളരെ ചെറിയ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് ആണുള്ളത്. മറ്റൊന്ന്, ഇറ്റ് ഹാസ് ലോങ് പീരീഡ് ഓഫ് അൺഡാംപ്ഡ് ഓസിലേഷൻ, അല്ലെ? കുറെ സമയത്തേക്ക് ഡാമ്പ് ചെയ്യാതെ ഓസിലേറ്റ് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. ഇതാണ് നോർമൽ നോർമൽ ഗാൽവനോമീറ്ററും ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. എന്നാൽ ഇടയ്ക്ക് മാറി ചോദിക്കാറുണ്ട്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ തെറ്റിപ്പോകാറുണ്ട് ചിലർക്ക്, അല്ലെ? കണ്ടീഷൻസ് ഫോർ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ടു ബി ഡെഡ് ബീറ്റ്. രണ്ട് തരം ഗാൽവനോമീറ്റർ ഉണ്ട്, ഡെഡ് ബീറ്റും ബാലിസ്റ്റിക്കും. അത് രണ്ടും വേറെ വേറെയാണ്. അതിന്റെ ഡീറ്റെയിലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതല്ല ചോദിച്ചത്. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്. ഡെഡ് ബീറ്റും ബാലിസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് അല്ല ഇവിടെ ചോദിച്ചത്. നോർമൽ ഗാൽവനോമീറ്ററും ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത്. അപ്പൊ അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കിർച്ചോഫ്സ് കറന്റ് ലോ? എല്ലാവർക്കും അറിയുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. എന്താണ്? ആൽജിബ്രായിക് സം ഓഫ് കറന്റ് റീച്ചിങ് എ ജംഗ്ഷൻ ഈസ് 0, അല്ലെ? ഇൻ എനി ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ആൽജിബ്രായിക് സം ഓഫ്
കറണ്ട് മീറ്റിംഗ് ഇൻ എ ജംഗ്ഷൻ ഈസ് 0 അല്ലേ. കൺവെൻഷനലി നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് ജംഗ്ഷനിലേക്ക് വരുന്നതിന് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. ഇപ്പോൾ ഇത് മൂന്നും വരികയാണ്, ഇത് രണ്ടും പോവുകയാണ്, അപ്പോൾ പോകുന്നതിന് നെഗറ്റീവായിട്ട് എടുക്കും. അപ്രകാരം നമ്മൾ I1 + I2 + I3 - I4 - I5 = 0 എന്ന് പറഞ്ഞ് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതാണ് KCL. താഴെ ഞാൻ ഒരു നോക്കാൻ വേണ്ടിയിട്ട് KVL കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം? അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞാണ്. എന്താണ്? ഇറ്റ് സേസ് ദാറ്റ് മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എ നെറ്റ്വർക്ക് ടു എ ലോഡ്. ഒരു സർക്യൂട്ടിൽ നിന്നും, ഒരു എന്താ പറയുക സോഴ്സിൽ നിന്നും മാക്സിമം പവർ ലോഡിലേക്ക് എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്നതിനെ കുറിച്ചാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുക? when the load impedance, when the load impedance is equal to the impedance of the network as viewed from the output terminals, when all generators are replaced by their internal impedances. അല്ലേ എന്ന് പറഞ്ഞാൽ തെവനിൻസ് ഇമ്പിഡൻസ് കൊണ്ട് നമ്മുടെ ടോട്ടൽ ഇമ്പിഡൻസിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ആകുന്നത് എന്നാണ് നമ്മുടെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പ്രോബ്ലം പാർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരാം. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം വൃത്തിയായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എപ്പോഴും നോക്കുക. നോക്കാം. എ ലോങ് സോളിനോയിഡ് ഓഫ് റേഡിയസ് എ ഈസ് ഡ്രിവൺ ബൈ ആൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് സോ ദാറ്റ് ദ ഫീൽഡ് ഈസ് സൈനുസോയിഡൽ ഗിവൺ ബൈ B = B0 cos ωt z cap. A circular loop of wire of radius a/2 and resistance R is placed inside the solenoid and coaxial with it. Determine the current induced in the loop as a function of time. ഒരു സോളിനോയിഡ് ഉണ്ട്, അതിന്റെ റേഡിയസ് എ ആണ്. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വയർ ലൂപ്പ് വെക്കുകയാണ്. അതിന്റെ റേഡിയസ് എത്ര ഉള്ളൂ? ഇതിന്റെ പകുതിയുള്ള a/2 ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു സോളിനോയിഡ്, ഇങ്ങനെ ഒരു സോളിനോയിഡ്, ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വയർ വെച്ച് കൊടുക്കുകയാണ് അല്ലേ. ഇത് പിന്നെ എന്താ പറയാ, ഇതിന്റെ ഉള്ളിൽ വേറെ ഒരു വയർ, ഞാൻ തൽക്കാലം വേറെ കളറാക്കുന്നില്ല, ഇവിടെ വേറൊരു വയർ ഉണ്ടെന്ന് വിചാരിക്കാം അല്ലേ. ഇതിന്റെ റേഡിയസ് എത്രയാണ്? എ. ഇതിന്റെ റേഡിയസ് എ ആണ്, ഇതിന്റെ റേഡിയസോ a/2 ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? ഇൻഡക്ഷൻ ആണ്, ഇൻഡ്യൂസ് ചെയ്യാണ് EMF. അപ്പോൾ ഡിറ്റർമൈൻ ദ കറന്റ് ഇൻഡ്യൂസ്ഡ്. എന്താണ് ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ് ചെയ്തത് കൊണ്ട്, ഇൻഡ്യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFനുള്ള ഫോർമുല ഉണ്ട്, -dϕ/dt അല്ലേ. ഇനി ഇത് EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. വോൾട്ടേജിൽ നിന്ന് നമുക്ക് കറണ്ട് കാണാൻ ചെയ്യാൻ മതി. കറണ്ട് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കേണ്ട ഫോർമുല. അതിനകത്ത് നിന്ന് EMFനുള്ള ഫോർമുല -dϕ/dt. അതിനകത്ത് നിന്ന് ഫ്ലക്സിനുള്ള ഫോർമുലയും കൂടെ കാണണം അല്ലേ. എന്താണ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ϕ = B.A. ഇതല്ലേ ഫോർമുല. അപ്പോൾ ബി ഇവിടെ തന്നിട്ടുള്ള അതിനാണ്. എ എന്ന് പറഞ്ഞ എന്താണ്? ഇത് സോളിനോയിഡാണ്, അതിന്റെ ഏരിയ നോക്കിയാൽ മതി അല്ലേ. അപ്പം സോറി, ഇവിടെ എന്താണ്, വയർ ലൂപ്പാണ്, അതിന്റെ ഏരിയ a/2 ആണ്. അപ്പം സോറി, റേഡിയസ് a/2 ആണ്. അപ്പോൾ ഏരിയ എന്താ, πr² അല്ലേ ഏരിയ വരിക. അപ്പോൾ നോക്കാം. അപ്പോൾ അതിന് ആദ്യം കാണും, ഫ്ലക്സ് കാണും, B.A അല്ലേ. ബി എന്താ? B0 cos ωt അല്ലേ, ഇൻറ്റു ഏരിയ എന്താണ്? πr² അല്ലേ ഫോർമുല. അപ്പോൾ πr² എന്ന് പറഞ്ഞാൽ a/2ന്റെ സ്ക്വയർ, a²/4 എന്ന് വരും. ഇതാണ് നമ്മുടെ ഫ്ലക്സ് ആണല്ലോ. ഇനി നമ്മോട് കാണാൻ പറഞ്ഞത് EMF ആണ്. അപ്പോൾ EMF എങ്ങനെയാണ്? -dϕ/dt. അപ്പോൾ എങ്ങനെയാണ്? -ddt ഓഫ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം B0 πa²/4 ഒക്കെ പുറത്തെടുക്കട്ടെ, ഇൻറ്റു ബാക്കി cos ωtയുടെ ഡിഫറൻഷ്യൽ എന്താ വരിക? -sin ωt അല്ലേ. sin ωt ഇൻറ്റു ഒമേഗ എന്ന് വരും അല്ലേ, അങ്ങനെ വരും. അപ്പോൾ മൈനസ് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് EMF എന്ന് വരും. മൈനസ് കട്ട് ചെയ്ത് പോയി, ബാക്കി B0 πa²ω/4 sin ωt എന്ന് കിട്ടി അല്ലേ. ഇത് കിട്ടി. ഇനി കറണ്ട് കണ്ടാൽ മതി. അപ്പോൾ കറണ്ട് എന്താ? കറണ്ട് എന്ന് പറഞ്ഞാൽ I = വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആ അല്ലേ. റെസിസ്റ്റൻസ് ആറും തന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ആറും തന്നിട്ടുണ്ട്. അപ്പോൾ ആറിനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ EMF ഇവിടെ കിട്ടി, ഇതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് വരിക B0
എ സ്ക്വയർ ഒമേഗ ബൈ 4r സൈൻ ഒമേഗ ടി എന്ന് കിട്ടും അല്ലേ? ഇതാണ് എക്സ്പ്രഷൻ. ഇത് കുറച്ചൊരു വളഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, അത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ ക്വസ്റ്റ്യൻ ഏതായാലും നമ്മൾ ആലോചിച്ച് 2-3 വട്ടം വായിച്ചിട്ട് പിന്നെ സ്കിപ്പ് ചെയ്യാം. അതൊന്നും സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അല്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഡിയേഷൻ പ്രഷറുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ റേഡിയേഷൻ പ്രഷറിൻ്റെ കാര്യം ഞാൻ ക്ലാസ്സിൽ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ഏതോ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഈ റേഡിയേഷൻ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അഥവാ ലിങ്ക് കണ്ടിട്ടില്ലേ എന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനിടാം. ഓക്കെ. അപ്പോൾ റേഡിയേഷൻ പ്രഷർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇവിടെ നമുക്ക് ശരിക്കും മൊമെൻറ്റവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ഷോ ദാറ്റ് റേഡിയേഷൻ പ്രഷർ കോസ്ഡ് ബൈ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആൻഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഈ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അതാണ് നമ്മുടെ ആവറേജ് വാല്യൂ ഓഫ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ലേ? അതായത് റേഡിയേഷൻ പ്രഷർ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആൻഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. റേഡിയേഷൻ പ്രഷർ ഈക്വൽ ടു ഇൻറ്റൻസിറ്റി ബൈ സി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്താണ് റേഡിയേഷൻ പ്രഷർ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയണം. റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞൊന്നുമില്ല, റേഡിയേഷൻ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. ഉദാഹരണത്തിന് റേഡിയേഷൻ വന്നിട്ട് ഒരു സർഫസിൽ ഫാൾ ചെയ്യാണ്. നമ്മളൊരു ടോർച്ച് കൊണ്ട് ഒരു ചുമരിൽ അടിച്ചു. ആ ടോർച്ചിന്റെ വെളിച്ചം ചുമരിൽ ഏൽപ്പിക്കുന്ന മർദ്ദം, പ്രഷർ, അതാണ് റേഡിയേഷൻ പ്രഷർ അല്ലേ? അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ നിങ്ങൾ ആ ഭാഗം എന്തായാലും നോക്കുക കേട്ടോ. ലൈറ്റിൻ്റെ ഒരു ബീം കൺസിഡർ ചെയ്യാം, ഒരു ലൈറ്റ് ബീം കൺസിഡർ ചെയ്യാം അല്ലേ? അതിൻ്റെ ഏരിയ, ഈ ബീമിൻ്റെ ഈ ക്രോസ് സെക്ഷൻ ഏരിയ എ ആണെന്ന് കരുതുക. ഓക്കെ. ടി ടൈം കൊണ്ട് അല്ലെങ്കിൽ ഡെൽറ്റ ടി ടൈം കൊണ്ട് ലൈറ്റ് എത്ര ദൂരം പോവും? ലൈറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? സി ആണ്. അതുകൊണ്ട് ഡെൽറ്റ ടി ടൈം കൊണ്ട് വെലോസിറ്റി ഇൻറ്റു ടൈം, സി ഡെൽറ്റ ടി ഡിസ്റ്റൻസ് പോവും. അപ്പോൾ ഒരു ലൈറ്റ് ബീമിൻ്റെ എന്താ പറയുക, നീളം സി ഡെൽറ്റ ടി ആയിട്ടും ഏരിയ എ ആയിട്ടും ഞാൻ എടുത്തു. ഓക്കെ. ഇനി റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആവറേജ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എക്സേർട്ടഡ് ബൈ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വെൻ ഇറ്റ് ഫാൾസ് ഓൺ എ സർഫസ് അല്ലേ? എന്താണ് റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ആവറേജ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എക്സേർട്ടഡ് ബൈ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഫാളിംഗ് ഓൺ എ സർഫസ്. ഒരു സർഫസിൽ ഫാൾ ചെയ്യുമ്പോൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് അല്ലേ? ഇനി ഇതിനകത്ത് നമ്മളൊരു പർട്ടിക്കുലർ ഫോർമുല പോവാം, നോക്കാം. ഇത് F/A അതവിടെ നിൽക്കട്ടെ. ഇനി ഇത്തരം ഒരു പിന്നെ കൊളീഷൻ നടക്കുമ്പോൾ വെളിച്ചം പോയിട്ട് ഒരു സർഫസിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന മൊമെൻറ്റം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് മൊമെൻറ്റം എന്നൊക്കെ പറഞ്ഞാൽ എത്ര വരിക? നമുക്ക് മൊമെൻറ്റം പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു വോളിയം എന്ന് പറയാം. മൊമെൻറ്റം പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു വോളിയം എന്ന് പറയാം അല്ലേ? മൊമെൻറ്റം ട്രാൻസ്ഫർ അല്ലേ? ഈ മൊമെൻറ്റം പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ ഇതിൽ മൊമെൻറ്റം പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് വാല്യൂ ഇത് അല്ലേ? എക്സ്പെക്ടേഷൻ പി. ഇനി വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഏരിയ എ ആണ്, ലെങ്ത് സി ഡെൽറ്റ ടി ആണ്. അപ്പോൾ എന്ത് വരും? എ സി ഡെൽറ്റ ടി. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് എന്ത്? വോളിയം എന്ന് പറയുന്നത് അല്ലേ? ഇത് കൊടുത്തു അല്ലേ? ഇതാണ് എന്ത്? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ആണല്ലോ. ഇനി റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. റേഡിയേഷൻ പ്രഷർ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് അല്ലേ? ഇനി നമുക്കറിയാം ന്യൂട്ടൺസ് ഇക്വേഷൻ പ്രകാരം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ആണ്. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. F ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അത് പ്രകാരം നമുക്ക് ഈ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എഴുതാം. ഇവിടെ പിന്നെ ആരുള്ളത്? ഒരു എ ഉണ്ട് അല്ലേ? ഈ ഡെൽറ്റ പിക്ക് ഒരു എക്സ്പ്രഷൻ ഇവിടെ കിട്ടി. അപ്പോൾ എന്ത് ചെയ്താം? പി എ സി ഡെൽറ്റ ടി എഴുതാം അല്ലേ? ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? എ ഡെൽറ്റ ടി എന്നുണ്ട്. അപ്പോൾ ഈ എ ഡെൽറ്റ ടിയും ഈ എയും ഡെൽറ്റ ടിയും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്ത് കിട്ടുക? പി ഇൻറ്റു സി എന്ന് കിട്ടും അല്ലേ? പി ഇൻറ്റു സി എന്ന് കിട്ടും. ഇനി നമ്മൾ പിന്നെ എനർജി ആൻഡ് മൊമെൻറ്റം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ ആവറേജ് വാല്യൂ ഓഫ് പി എന്നുള്ളത് പോയിന്റിംഗ് വെക്ടറിന്റെ ടേംസിൽ എസ് ബൈ സി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലെങ്കിൽ ഒന്ന് മറിച്ച് നോക്കുക. ഇൻറ്റു ഇവിടെ എന്തുണ്ട്? സി ഉണ്ട്. അപ്പോൾ ഈ സി സ്ക്വയറും സിയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും?
എസ് ബൈ സി എന്ന് കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻ അതാണ്. റേഡിയേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആൻഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇത് പ്രൂവ് ചെയ്യാനുള്ള ഒരു രീതിയാണിത്. ഇനി നിങ്ങൾ വേറെ രീതിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ചോദിച്ചിട്ടുള്ളത് എന്താ പറയുക, ഒരു ടെക്സ്റ്റിനകത്ത് തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: എ കോയിൽ ഓഫ് 10 ഹെൻറി ഇൻഡക്റ്റൻസ് ആൻഡ് 5 ഓം റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എ 20 ഓം റെസിസ്റ്റർ. അല്ലേ? അപ്പോൾ തന്ന കാര്യങ്ങൾ ഒന്ന് വൃത്തിയായിട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഇത് എത്രയാണ്? 10 ഓം ആണ് ഇൻഡക്റ്റൻസ്. 5 ഓം റെസിസ്റ്റൻസ് ആദ്യം കൊടുക്കുന്നുണ്ട്. ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ, അതായത് ഇൻഡക്റ്റൻസിന്റെ റെസിസ്റ്റൻസ് ആണ് ഇത് 5 ഓം അല്ലേ? 10 ഓം ഇൻഡക്റ്റൻസ് ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് 5 ഓം ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ്. പിന്നെയോ അത് പിന്നെ എന്തെങ്കിലും പാരലായിട്ട് ഒരു 20 ഓം റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് R, ഇതാണ് L അല്ലേ? ഇനി ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മാൾ ലെറ്റർ R അല്ലേ? ഇറ്റ് ഈസ് കണക്റ്റഡ് അക്കോസ് 100 വോൾട്ട് DC അല്ലേ? ഇതാണ് നമ്മുടെ EMF സപ്ലൈ, വോൾട്ടേജ് സപ്ലൈ എന്ന് പറയുന്നത്. വിച്ച് ഈസ് സഡൻലി ഡിസ്കണക്റ്റഡ്. അങ്ങനെ കണക്ട് ചെയ്ത് ഉടനെ എന്ത് ചെയ്യുന്നു? അത് ഡിസ്കണക്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ എവിടേക്ക് പോകണം? നമ്മുടെ ട്രാൻസിയൻ കറണ്ടിന്റെ ഭാഗത്തേക്ക് നോക്കണം കേട്ടോ. ഡിസ്കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? അവിടെ ട്രാൻസിയൻ കറണ്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഡിറ്റർമൈൻ ദ വോൾട്ടേജ് അക്രോസ് ദ 20 ഓം റെസിസ്റ്റർ ഇനീഷ്യലി ആൻഡ് ആഫ്റ്റർ 0.3 സെക്കൻഡ് അല്ലേ? ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഇനീഷ്യലി എത്രയാണ്, 0.3 സെക്കൻഡ് കഴിഞ്ഞിട്ട് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അങ്ങനെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇതിനകത്ത് കറണ്ട്, വോൾട്ടേജ് ആണ് കാണുന്നത്. കറണ്ടിന് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. I ഈക്വൽ ടു I0 e റൈസ് ടു മൈനസ് TR/L എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെയാണ് ഫോർമുല പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഇതേതാ? LR സർക്യൂട്ട് അല്ലേ? ഇവിടെ L, ഇവിടെ R, LR സർക്യൂട്ട് അല്ലേ? അപ്പോൾ LR സർക്യൂട്ടിന്റെ ഗ്രോത്ത് ഓഫ് കറണ്ട് ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രഷൻ പഠിച്ചിട്ടുള്ളത്. I ഈക്വൽ ടു I0 e റൈസ് ടു മൈനസ് TR/L എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി ടൈം 0 ആവുന്ന സമയത്ത് നമ്മുടെ റെസിസ്റ്റൻസ് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എത്ര വോൾട്ടേജ് കൊടുക്കുന്നത്? വോൾട്ടേജ് 100 ആണ് അല്ലേ? റെസിസ്റ്റൻസ് എത്ര എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്? പിന്നെ ഇൻഡക്ടറിന് സ്വന്തമായിട്ടുള്ളത് 5 ഓം അല്ലേ? 100 ഓം 100 വോൾട്ടും 5 ഓം ഇന്റേണൽ റെസിസ്റ്റൻസും അല്ലേ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇനീഷ്യലി ടൈം 0 ആകുമ്പോൾ നമ്മൾ വോൾട്ടേജ് കൊടുത്തിട്ടില്ല അല്ലേ? ആ സമയത്ത് ഇതിനകത്ത് ഉണ്ടാകുന്ന കറണ്ട് എത്രയെന്ന് ചോദിച്ചാൽ, ടൈം 0 ആകുമ്പോഴുള്ള കറണ്ട് എത്രയെന്ന് ചോദിച്ചാൽ ജസ്റ്റ് V/R ചെയ്താൽ മതി അല്ലേ? V/R എത്ര വരിക? 100/5 എന്ന് വരും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആംപിയർ വരും അല്ലേ? ഇതാണ് നമ്മുടെ കറണ്ട്. ഓക്കെ, ഇനി അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ മുകളിലത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? I ഈക്വൽ ടു I0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആംപിയറിൽ ഇനീഷ്യൽ കറണ്ട്, e റൈസ് ടു മൈനസ് T ഇൻറ്റു ഞാൻ ടീൻ്റെ ടേംസിൽ തന്നെ എഴുതാം കേട്ടോ. T ഇൻറ്റു L/R അല്ലേ? R/L അല്ലേ? R എന്ന് പറയുന്നത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 20 ഓമും പിന്നെ എന്തുണ്ടാവും? ഒരു 5 ഓം ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഡിവൈഡഡ് ബൈ L എത്രയായിരുന്നു? 10 അല്ലേ? 10. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I ഈക്വൽ ടു 20 e റൈസ് ടു 20 + 5, 25/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.5 അല്ലേ? അപ്പോൾ 2.5 ഇൻറ്റു T എന്ന് എഴുതാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി രണ്ടും കാണാം. അതിനാണ് ഞാൻ ഇങ്ങനെ എഴുതി അല്ലേ? ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇത് കൊടുത്തു. ഇനി ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ എന്താ വരാം? ക്വസ്റ്റ്യൻ ഇങ്ങനെ: ഡിറ്റർമൈൻ ദ വോൾട്ടേജ് അക്രോസ് 20 ഓം റെസിസ്റ്റർ ഇനീഷ്യലി ആൻഡ് ആഫ്റ്റർ T ഈക്വൽ ടു 2.3 സെക്കൻഡ്. അപ്പോൾ ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇങ്ങനെ എഴുതാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ കാണാനല്ലേ?
അക്രോസ് നമ്മുടെ 20 ഓം റെസിസ്റ്റൻസ് അല്ലേ. കറൻറ്റ് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് കൊടുക്കുക. വി ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഫോർമുല അല്ലേ. വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു ഐ ആർ എന്ന് കൊടുക്കുക അല്ലേ. കറണ്ട് ഇനീഷ്യലി എത്ര വരിക, ഇതിനകത്ത് ടൈം 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 20e⁻0 എന്ന് വരും. അപ്പോൾ എത്ര വരിക, 20 എന്ന് വരും അല്ലേ. 20 ഇൻറ്റു ആർ എത്രയായിരുന്നു, നമ്മുടെ റെസിസ്റ്റൻസ് എത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, 20 അല്ലേ. അപ്പോൾ എത്ര വരും, 400 വോൾട്ട് എന്ന് വരും അല്ലേ. അതിനുശേഷം നമ്മൾ 0.3 സെക്കൻഡ് ശേഷം അല്ലേ, ആഫ്റ്റർ 0.3 സെക്കൻഡ് 0.3 സെക്കൻഡിന് ശേഷം നമ്മൾ ഇതുപോലെ വി ഈക്വൽ ടു ഐ ആർ വെച്ച് കാണുക. പക്ഷെ അപ്പം നമ്മൾ ഐ എന്ത് കാണണം, വി ഈക്വൽ ടു ഐ എന്ത് കാണണം, ഇതിനകത്ത് ടി ഈക്വൽ ടു 0.3 കൊടുക്കണം. അപ്പോൾ 20e⁻2.5 ഇൻറ്റു 0.3 ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ്, അവിടെ 20 അല്ലേ. അപ്പോൾ എത്ര കിട്ടും, ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഏകദേശം 189 വോൾട്ട് കിട്ടും അല്ലേ. 189 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് കേട്ടോ. ഇത് പിന്നെ ഇലക്ട്രിക്കൽ ടെക്നോളജി BL തെരേജ എന്ന് പറഞ്ഞ റെഫറൻസ് ബുക്കിനകത്ത് നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇതുപോലെ എവിടെ ഉണ്ട്, നമ്മുടെ ND രാജീവ് സാറിൻ്റെ സോൾവ്ഡ് പ്രോബ്ലംസിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യനകത്ത് നമുക്ക് ചോയ്സ് ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാതെ ബുദ്ധിമുട്ടാണ് വെച്ചാൽ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി കണ്ടാൽ എന്തോ വലിയ സംഭവം, എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ലാർജ് കോയിൽ ഓഫ് ഇൻഡക്റ്റൻസ് 1.405 ഹെൻറി. അപ്പോൾ ഇൻഡക്റ്റൻസ് ഉണ്ട് അവിടെ എൽ എഴുതുക, ആൻഡ് റെസിസ്റ്റൻസ് 40 ഓം. അപ്പോൾ ആർ റെസിസ്റ്റൻസ് അല്ലേ, ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ കപ്പാസിറ്റർ ഓഫ് 20 μF. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ സി. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞത് LCR സർക്യൂട്ടാണ്. ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ സർക്യൂട്ട് റെസൊനേറ്റ്സ്. ഫ്രീക്വൻസിയാണ് കാണാൻ പറഞ്ഞത് അല്ലേ അല്ലേ. അപ്പോൾ LCR സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, ഒമേഗ ഈക്വൽ ടു 1/√LC ആയിരുന്നു. ഇത് ആംഗുലർ ഫ്രീക്വൻസി. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, 2πf അല്ലെങ്കിൽ 2πν ആണ് അല്ലേ, ഈക്വൽ ടു 1/√LC എന്ന് എഴുതാം. അപ്പോൾ എഫ് ഈക്വൽ ടു എന്ത് എഴുതാം, 1/2π√LC എന്ന് പറയാം. 1/2 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 3.14 ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുള്ളത്, 1.405 ഇൻറ്റു റൂട്ട് അല്ലേ. സി എന്ന് പറഞ്ഞാലോ 20 മൈക്രോഫാരഡ്, 20 ഇൻറ്റു 10⁻⁻6. ഇത് സോൾവ് ചെയ്താൽ ആൻസർ ആയി കേട്ടോ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഗീവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ പവർ കൺസ്യൂംഡ് ഇൻ എ സീരീസ് LCR സർക്യൂട്ട്. Show that in a purely inductive or purely capacitive circuit the power consumed is 0. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എവിടെ, ഈ രണ്ട് ഭാഗം, പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിലും പവർ 0 ആണെന്നുള്ളത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ പാഠത്തിൻ്റെ ഏകദേശം ലാസ്റ്റ് ഭാഗം വരിക അല്ലേ. പവറിനുള്ള ഫോർമുല എന്തായിരുന്നു, ആവറേജ് പവറിനുള്ള ഫോർമുല ഇൻ്റഗ്രൽ 0 to t p dt divided by integral 0 to t dt. ടൈം ആവറേജ് ഓഫ് പവർ ഓവർ എ സർക്യൂട്ട് ആയിരുന്നു എന്ത്, ഇത്. അപ്പോൾ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിലും അത് 0 ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഉണ്ട്, എന്തായാലും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് മറിച്ച് നോക്കുക, അത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. കാരണം നമ്മൾ LCR ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാം, അത് സിമ്പിളാണത്. ഓക്കെ, ഇത് നമ്മൾ +2 ലെവലൊന്നും വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് നമുക്ക് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, VI ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടാൽ മതി. പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, ആവറേജ് വാല്യൂ ഓഫ് V ഇൻറ്റു ആവറേജ് വാല്യൂ ഓഫ് I ആണ് ഫോർമുല. ഇത് ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. അപ്പോൾ നമ്മൾ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണിക്കാം, ആവറേജ് വാല്യൂ ഓഫ് EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു ആവറേജ് വാല്യൂ ഓഫ് I എന്നാണ്. LCR സർക്യൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ഫേസ് ഡിഫറൻസ് അടക്കം നമുക്ക് അറിയുമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. E എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം, E0 cos ωt എന്ന് കൊടുക്കാം. ഓർമ്മയുണ്ടോ?
ഇനി ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലീഡിങ് വോൾട്ടേജ് വിത്ത് എ ഫേസ് ഫാക്ടർ 5 ആയിരുന്നു. അപ്പോൾ ഐ ഈക്വൽ ടു എന്ത് കൊടുക്കാം? I0 കോസ് ഒമേഗ ടി പ്ലസ് 5 ആയിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലേ? കറണ്ട് ഈസ് ലീഡിങ് വോൾട്ടേജ് അല്ലെങ്കിൽ EMF വിത്ത് എ ഫേസ് ഫാക്ടർ 5 ആയിരുന്നു. ഇങ്ങനെയായിരുന്നു എക്സ്പ്രഷൻ. ഇതിനൊക്കെ തിരിച്ചു എഴുതാം. ക്ലാസ്സിൽ ഞാൻ എങ്ങനെ എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിനെ തിരിച്ച് ഇങ്ങനെ എഴുതാം. ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഐ ഈക്വൽ ടു I0 കോസ് ഒമേഗ ടി എന്ന് എഴുതിയാൽ ഇ എങ്ങനെ എഴുതാം? E0 കോസ് ഒമേഗ ടി -5 എന്ന് എഴുതാം. ഇതും ശരിയാണ്, ഇതും ശരി. ഏത് ഫോർമുല ഫോളോ ചെയ്താലും കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഇത് സ്റ്റിക്ക് ചെയ്ത് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് E0 കോസ് ഒമേഗ ടി ഇൻറ്റു I0 കോസ് ഒമേഗ ടി പ്ലസ് 5ൻ്റെ ആവറേജ് വാല്യൂ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. പവർ എന്ന് പറഞ്ഞാൽ VI ആണല്ലോ. അപ്പോൾ EI എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P ഈക്വൽ ടു എന്ത് കൊടുക്കാം? E0 കോസ് ഒമേഗ ടി ഇൻറ്റു I0 കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് കൊടുക്കാം. മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു E0 I0 ഇൻറ്റു കോസ് ഒമേഗ ടി അതുപോലെ നിർത്തുക. ബാക്കി കോസ് ഒമേഗ ടി പ്ലസ് 5നെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പം എന്താണ്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി അല്ലേ? അപ്പോൾ കോസ് ഒമേഗ ടി കോസ് 5 മൈനസ് സൈൻ ഒമേഗ ടി സൈൻ 5 എന്തായിരുന്നില്ലേ ഫോർമുല? ഇനി വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു E0 I0 ഇനി കോസ് സ്ക്വയർ ഒമേഗ ടി കോസ് 5 എന്ന് കിട്ടും അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി സൈൻ 5 എന്ന് കിട്ടും അല്ലേ? ഇനി ഇതിന് ഞാൻ കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി കണ്ട അല്ലെങ്കിൽ കോസ് എ സൈൻ ബി സൈൻ എ കോസ് ബി എന്നൊക്കെ കണ്ട അപ്പം എന്ത് ചെയ്യുക? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പം നമുക്കിങ്ങനെ എഴുതാം. ഈക്വൽ ടു E0 I0 ഇനി കോസ് സ്ക്വയർ ഒമേഗ ടി കോസ് 5 മൈനസ് ഈ 2 സൈൻ എ കോസ് ബി ആണ് എന്താണ്? 2 സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ 2a അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു സൈൻ 2 ഒമേഗ ടി അല്ലേ? സൈൻ 5 ആണല്ലോ. ഇനി ഇതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുക. അപ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതിൻ്റെ ആവറേജ് വാല്യൂ അല്ലേ? അപ്പോൾ E0 I0 ഇൻറ്റു ആവറേജ് വാല്യൂ ഓഫ് കോസ് സ്ക്വയർ ഒമേഗ ടി ഓവർ എ സൈക്കിൾ ഈസ് ഹാഫ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടത് സൈൻ സ്ക്വയറിൻ്റെയും കോസ് സ്ക്വയറിൻ്റെയും അതുപോലെ കോസ് സ്ക്വയറിൻ്റെയും ആവറേജ് വാല്യൂ എത്രയാണ്? 1/2 ആണ്. എന്നാൽ സൈൻ എ ടി സൈൻ 2AT അല്ലെങ്കിൽ സൈൻ എ സൈൻ ബി സൈൻ 2A സൈൻ 2B എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ എത്ര വരും? ആവറേജ് വാല്യൂ നമ്മൾ എടുക്കണേ. അപ്പോൾ കോസ് സ്ക്വയർ ഒമേഗ ടിൻ്റെ ആവറേജ് വാല്യൂ ഹാഫ് ഇൻറ്റു കോസ് 5 എന്ന് വരും അല്ലേ? കോസ് 5 അല്ലേ? മൈനസ് ഇതിൻ്റെ ആവറേജ് വാല്യൂ സൈൻ 2 ഒമേഗ ടിൻ്റെ ആവറേജ് വാല്യൂ എന്ത് വരും? 0 എന്ന് വരും. അപ്പോൾ അതെന്തായി? 0 ആയി അല്ലേ? അപ്പോൾ ഇതാണ് വാല്യൂ അല്ലേ? ഇവിടെ കോസ് 5 എന്ന് പറയുന്നത് പവർ ഫാക്ടർ എന്നൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ അല്ലേ? ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം എന്ത് ചെയ്താം? E0 I0 കോസ് 5 ഒരു ബൈ 2 അല്ലേ? അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതിയിരുന്നു? √2 എന്ന് എഴുതിയിരുന്നു അല്ലേ? ഇതിന് നമ്മൾ ERMS വിളിച്ചു, ഇതിന് IRMS വിളിച്ചു അല്ലേ? അപ്പം നമുക്ക് ആവറേജ് വാല്യൂ എന്ത് ചെയ്താം? ERMS IRMS കോസ് 5 എന്ന് എഴുതാം. ഓർമ്മയുണ്ടോ? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ഗിവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ പവർ കൺസ്യൂംഡ് ഇൻ LCR സർക്യൂട്ട്. അതാണ് LCR സർക്യൂട്ടിലെ പവർ എന്ന് പറയുന്നത് അല്ലേ? ഈ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെയും കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെയും നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വാല്യൂ 0 എന്നുള്ളത് അല്ലേ? ഇനി ഒന്നുമില്ല, ഇത് ക്ലാസ്ക്കൊന്നും പോകാൻ നിൽക്കണ്ട. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ പ്യൂർ ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ L മാത്രം അല്ലേ? അതുപോലെ പ്യൂർ കപ്പാസിറ്റീവ് എന്ന് പറഞ്ഞാലോ C മാത്രം. അപ്പോഴുള്ള EMF റിലേഷനും കറണ്ട് റിലേഷനും ഇതുപോലെ എഴുതുക. എന്നിട്ട് ആവറേജ് വാല്യൂ കണ്ടാൽ 0 കിട്ടും. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. യൂസ് തെവനിൻസ് തിയറം ടു ഡിറ്റർമൈൻ ദ കറണ്ട് ത്രൂ ദ 10 ohm റെസിസ്റ്റൻസ് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ 10 ohm റെസിസ്റ്റൻസിലൂടെ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പോകുന്ന കറണ്ട് കാണാൻ ഇതിന് തെവനൈസ് ചെയ്യാന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്തായിരുന്നു നമ്മൾ തെവനൈസ് ചെയ്യുന്ന പ്രൊസീജിയർ? ആദ്യം നമ്മൾ ലോഡ് പിന്നെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം അല്ലേ? ഓർഡർ ഓർമ്മ ഉണ്ടാവും. ലോഡ് ഒഴിവാക്കുക അല്ലേ? അപ്പം എന്താ വരിക?
ഇവിടെ ഒരു 5 ഓം ഉണ്ട്, ഇവിടെ ഒരു 20 വോൾട്ട് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 8 ഓം ഉണ്ട്, ഇവിടെ അതിൻ്റെ അടുത്ത് എന്തുണ്ട്, ഒരു 2 ഓം ഉണ്ട്, പിന്നെ കഴിഞ്ഞു അല്ലേ. ഇവിടെ ഒരു 12 വോൾട്ടും കൂടെ ഉണ്ട്. ഈ ഒരു സംഭവം നമ്മൾ ക്ലാസ് ചെയ്ത പ്രോബ്ലത്തിൽ ഇല്ല. ഇവിടെ ഒരു 12 വോൾട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ പ്രോബ്ലം വന്നാലും എങ്ങനെ ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവൻ ഏതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ 10 ഓമിനെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തു, ലോഡിനെ റിമൂവ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുക, നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യുക. ഓർമ്മയുണ്ടോ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ വോൾട്ടേജ് ഞാൻ VTH എന്നെടുത്തു. ഇത് ഹൈ വോൾട്ടേജ് ആയിക്കൊണ്ട് സർക്യൂട്ടിലൂടെ നമ്മളെ കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ബ്രാഞ്ച് ഉള്ളത്, ഒന്ന് VTH ഇങ്ങനെ വരുന്ന ബ്രാഞ്ച് 5ലും 20ലൂടെയും വരുന്നത്, മറ്റൊന്ന് VTHൽ 2 ഓം കൂടെ താഴേക്ക് വരുന്ന ബ്രാഞ്ച്, മറ്റൊന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ബ്രാഞ്ച്. അപ്പോൾ നോക്കുക എങ്ങനെയായിരുന്നു കിർച്ചോഫിൽ അപ്ലൈ ചെയ്തത്. VTH ഇത് മൈനസ് ഈ ബ്രാഞ്ചിലൂടെ ഞാൻ ആദ്യം 520 ബ്രാഞ്ചിലൂടെ പോണത്. VTH മൈനസ് എവിടെ വോൾട്ടേജ് 20 ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് 5 പ്ലസ് അടുത്ത് VTH മൈനസ് ഇവിടെ എത്ര വോൾട്ടേജ്, എർത്താണ് 0 ബൈ അതിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് 2 പ്ലസ് VTH മൈനസ് ഇവിടെ എത്ര വോൾട്ടേജ് 12 ബൈ അതിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് 8 ഓം ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓർമ്മയുണ്ടോ, കൊടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക ഇക്വേഷന്. അപ്പോൾ എന്താ വരിക, VTH ബൈ 5 മൈനസ് 20/5 പ്ലസ് VTH ബൈ 2 പ്ലസ് VTH ബൈ 8 മൈനസ് 12/8 ഈക്വൽ ടു 0 അല്ലേ. 20/4 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ് അല്ലേ. 12/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3/2 ആണ് അല്ലേ. ഇത് 3 വരും, ഇത് 2 വരും അല്ലേ. അപ്പം നമുക്ക് VTH കോമൺ ആക്കി എടുക്കാം. ബാക്കി എത്ര വരിക, 1/5 വരും, ഇവിടെ 1/2 വരും, പിന്നെ 1/8 വരും അല്ലേ. ഈക്വൽ ടു അപ്പുറത്ത് എന്ത് വരും, ഇവിടുന്ന് ഒരു 4ഉം ഇവിടുന്ന് ഒരു 3/2, 4 + 3/2 അല്ലേ. 4 + 3 വരും, 3/2 പറഞ്ഞാൽ എത്രയാണ്, 1.5 അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ 4 + 3/2 ചെയ്താൽ പുറത്ത്. ഓക്കെ അങ്ങനെ നിൽക്കട്ടെ. ഇനി VTHനെ സോൾവ് ചെയ്യാം. VTH ഇൻറ്റു ഇതെങ്ങനെ സോൾവ് ചെയ്യാം, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 + 5 7/10 പ്ലസ് 1/8 is equal to 8 + 3 11/2 കിട്ടും അല്ലേ. വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. VTH ഇൻറ്റു 8 എത്ര 86 അല്ലേ, 10ഉം 66/80 വരും ഈക്വൽ ടു 11/2 കിട്ടും. അപ്പം 11ഉം 66ഉം കട്ട് ചെയ്യാം അല്ലേ. 11ഉം 66ഉം കട്ട് ചെയ്യാൻ എത്ര വരിക, അത് 6 അല്ലേ വരിക അല്ലേ. 6 ഒന്ന് 80ഉം 2ഉം കട്ട് ചെയ്യാം, ഇവിടെ 14 വരും അല്ലേ. ഞാൻ കട്ട് ചെയ്ത് കറക്റ്റ് അല്ലേ. 11 ഇൻറ്റു 6 അല്ലേ 66, അങ്ങനെ വരും. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഫോർമുല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തട്ടോ. അത് ഞാൻ ചെയ്ത കാൽക്കുലേഷനിൽ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഞാനെന്ന് തെറ്റിക്കാതെ തന്നെ നോക്കട്ടെ. ഒന്നുകൂടെ ഒന്ന് ഷോർട്ട് ആക്കട്ടെ. VTH ഇൻറ്റു 66/80 ഈക്വൽ ടു 11 എന്നല്ലായിരുന്നോ, 11/2 എന്നുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ VTH is equal to 11/2 ഇൻറ്റു 66/80 എന്ന് വരും അല്ലേ. ഇതെന്ത് വരും, 33/2 എന്ന് വരും. ഇല്ല, എനിക്ക് തെറ്റിയിട്ടുണ്ട് എവിടെയോ. ഇത് 80/60 അല്ലേ, സോറി. VTH is equal to 11/2 ഇൻറ്റു 80/66 എന്ന് വരും അല്ലേ. അപ്പം 80ഉം 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 40/66 എന്ന് വരും. 40 ഇത് 20/33 എന്ന് വരും. ഓക്കെ, അപ്പം 11ഉം 33 കട്ട് ചെയ്ത് 3, ഇപ്പം 20/3 എന്നാണ് വരുന്നത്. ആയിരിക്കണം 20/3 ആയിരിക്കണം ആൻസർ കേട്ടോ.
20/3 അപ്പോൾ 6.20/3 അല്ലേ, 6.6 വോൾട്ട് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലേ. തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 6.6 വോൾട്ട് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യാം, ഇവിടെ ആർ ടി എച്ച് കാണും. ഇപ്പോൾ വി ടി എച്ച് ഇട്ട് ഇനി ആർ ടി എച്ച് കാണണം അല്ലേ. ആർ ടി എച്ച് എങ്ങനെയാണ് ചെയ്തിരുന്നത്, നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്യുക അല്ലേ. വോൾട്ടേജ് സോഴ്സ് ഒക്കെ ഇതിനകത്ത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ഇവിടെ 5 ഓം കിട്ടും അല്ലേ, പിന്നെ ഇവിടെ ഒരു 8 കിട്ടും, പിന്നെ ഇവിടെ ഒരു 2 കിട്ടും, അത്രയുള്ളല്ലോ അല്ലേ, ഇത് കിട്ടും അല്ലേ, 5, 2, 8. അപ്പോൾ 5ഉം 2ഉം ഇവിടെ എന്താണ്, പാരലലാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ, 5 × 2/5 +2 അല്ലേ, പ്ലസ് ഇത് രണ്ടും പാരലായി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 5 × 2/7, പിന്നെ ഒരു 8 എന്താണ് സീരീസ് ആവും, +8 എന്ന് വരും. ഇതാണ് ആർ ടി എച്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 5 × 2 10, 10/7 +8 അതാണ് ആർ ടി എച്ച്. അപ്പോൾ എത്ര വരിക, 7, 56, 10, 66, 66/7 ആണെന്ത് ആർ ടി എച്ച് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ വി ടി എച്ചും ആർ ടി എച്ചും കിട്ടി. ഇനി എന്താ ചെയ്യുക, നമ്മൾ ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ വി ടി എച്ച് കൊടുക്കാം, അതിനുശേഷം ഇവിടെ ആർ ടി എച്ച് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, ലോഡ് തിരിച്ച് കണക്ട് ചെയ്യാം. അങ്ങനെയായിരുന്നു. വി ടി എച്ച് എത്ര കിട്ടിയേ, 6.6 വോൾട്ട്. ആർ ടി എച്ച് എത്ര കിട്ടിയേ, 66/7. ലോഡ് എത്രയായിരുന്നു, 10 ഓം അല്ലേ. ഇനി നമ്മൾ കറണ്ട് ത്രൂ ലോഡ് അല്ലേ കാണാൻ പറഞ്ഞേ, ഫൈൻഡ് ദ കറണ്ട് ത്രൂ 10 ഓം അല്ലേ പറഞ്ഞത്. അപ്പോൾ എത്രയായിരുന്നു, വി ടി എച്ച് ബൈ ആർ ടി എച്ച് പ്ലസ് ആർ എൽ അല്ലേ. വി ടി എച്ച് എത്രയായിരുന്നു, 6.6 ബൈ ആർ ടി എച്ച് പ്ലസ് ആർ എൽ എത്ര വരിക, 66/7 +10 അല്ലേ. ഇതാണ് വരിക. ഇതിനി സോൾവ് ചെയ്യണം കേട്ടോ. 6.6 ഡിവൈഡഡ് ബൈ 66 + 70/7. ഇനി സോൾവ് ചെയ്യാം കേട്ടോ, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. ഇതാണ് ചെയ്യുക. ഇത് ഞാൻ വെരിഫൈ ചെയ്താണ് ഇങ്ങനെ തന്നെയാണ് ആൻസർ കിട്ടുക കേട്ടോ. ഇതും ഇതുപോലെ ഏതൊക്കെയോ ടെക്സ്റ്റിലുണ്ട്, ഓക്കെ. അതിൽ വേറെ എന്തൊക്കെയോ മെത്തേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആൻസർ കിട്ടാൻ. ഞാൻ നോഡൽ അനാലിസിസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതായിരുന്നാലും നോക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോർട്ടൺസ് തിയറം അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇത് കുറച്ചൊരു കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഡിറൈവ് ചെയ്യാനും കുറേ കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതും കൂടെ ഉൾപ്പെടുത്തിയ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് മാറിയും മറിഞ്ഞൊക്കെ വന്നതുകൊണ്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ. അതുപോലെ എസ്സേസ് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. ഒന്ന് ഞാൻ എപ്പോഴും പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ പാരഡൈസിലോ ആംബിയസിലോ പറയാം, ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോമും ഡിഫറൻഷ്യൽ ഫോമും പറയാം. പിന്നെ മാക്സ്വെൽ എങ്ങനെയാണ് ആംബിയസിലോ മോഡിഫൈ ചെയ്തത്, എന്നിട്ട് എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്തത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സമയം കളയുന്നില്ല. ഇത് അറിയില്ലെങ്കിൽ നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ ഓഫ് ഇലക്ട്രോഡൈനാമിക്സ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നമ്മുടെ കൂളം ഗേജിക്കും ലോറൻസ് ഗേജിക്കും ഒക്കെ എത്തിയത് അങ്ങനെയായിരുന്നു അല്ലേ. നമ്മുടെ 4 ഇലക്ട്രോഡൈനാമിക്സ് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, മാക്സ്വെൽസ് ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ B = del cross A പറഞ്ഞിട്ട് നമ്മൾ പൊട്ടൻഷ്യലിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഭാഗം ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. ഇത് എഴുതി എന്നിട്ട് അതിനകത്ത് ഫാരഡേസിലോ നമ്മൾ del cross A = എന്തായിരുന്നു, -∂B/∂T എന്ന് എഴുതി അല്ലേ. ഇങ്ങനെ എഴുതി. ഇനി ബിക്ക് വരെ ഇതിട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, del cross E = -∂by.T ഓഫ് del cross A എന്ന് വരും. ബിക്ക് വരെ del cross A ഇട്ട് കൊടുത്താൽ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, -del cross ∂A/∂T എന്ന് എഴുതാം അല്ലേ. ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് del cross E = -del cross ∂A/∂T എന്ന് എഴുതാം അല്ലേ. അങ്ങനെ എഴുതി. ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ del cross E + del cross ∂A/∂T = 0 എന്ന് എഴുതാം അല്ലേ. എന്നിട്ട് നമ്മൾ del cross E + ∂A/∂T = 0 എന്ന് എഴുതി അല്ലേ. ഇപ്പോൾ കേൾ ഓഫ് സംതിങ് = 0 എന്നുള്ള ഫോമായി അല്ലേ. നമുക്കറിയാം del cross
ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം, മൈനസ് ഡെൽ വി ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് എഴുതിയത്. അപ്രകാരം ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇ പ്ലസ് ഡോ എ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി എന്ന് കിട്ടി. നമ്മൾ വി ഇലക്ട്രിക് പൊട്ടൻഷ്യലും എ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക കൂളം ഗേജ് ലോറൻസ് ഗേജിലേക്കൊക്കെ പോയത് അല്ലേ. അതുപോലെ ഗേജ് ട്രാൻസ്ഫോർമേഷൻസിലേക്കൊക്കെ നമ്മൾ പോയത് അങ്ങനെയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എസ് എ എന്തായാലും ഈ അതല്ല, മറ്റേ എസ് എ ആയിരുന്നു ഇതിലേറെ എളുപ്പം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒക്കെ തന്നെയാണെന്ന് വേണം പറയാൻ കേട്ടോ. എന്തായിരുന്നാലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കി വീഡിയോസ് ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. See you all. Thank you.